ആരോഗ്യമന്ത്രി ആർക്കൊപ്പമാണ്? ഇരക്കൊപ്പമോ വേട്ടക്കാരനൊപ്പമോ? കഴിഞ്ഞ ദിവസം നടന്ന സംഭവവികാസങ്ങൾ വെച്ച് പരിശോധിച്ചാൽ ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രിയും വേട്ടക്കാരനൊപ്പമാണ് എന്നാണ് സൂചന നൽകുന്നത്. അതുകൊണ്ട് പലരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ആരോഗ്യമന്ത്രി വേട്ടക്കാരൻ്റെ വേലക്കാരിയായി മാറിയോ എന്ന്. കേരളത്തിൻ്റെ സാംസ്കാരികവും ആരോഗ്യപരവുമായിട്ടുള്ള മേഖലകളിൽ ഇതുവരെയും ഉണ്ടാക്കിയിട്ടുള്ള ഉണർവിൻ്റെയും അതേപോലെ തന്നെ അഭിമാനത്തിൻ്റെയും മേഖലയിൽ വലിയ പുഴുക്കുത്തു വീഴ്ത്തിയ ഒരു സംഭവമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായ പീഡന വാർത്ത. പീഡന വാർത്ത മാത്രമല്ല, അതിക്ക് മുമ്പ് ഹസീന എന്ന് പറയുന്ന യുവതിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് അവരുടെ വയറ്റിൽ ഒരു കത്രിക നിക്ഷേപിക്കപ്പെട്ടു എന്ന് പറയുന്ന സംഭവവും അതുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ സമരവുമെല്ലാം തന്നെ നമ്മളുടെ ആരോഗ്യവകുപ്പിന് മേൽ കരിനിഴൽ വീഴ്ത്തിയ സംഭവങ്ങളായിരുന്നു. അത് കൂടുതൽ രൂക്ഷമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് പുതിയ സംഭവവികാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിട്ടുള്ള ഒരു യുവതി ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം കൊണ്ടുപോയി സാധാരണ അവരെ കൊണ്ടുപോയി ആക്കുന്നത് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാണ്. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മേഖലയാണ്. അവിടെ സ്ഥിരം അത് പരിശോധിക്കുന്നതിനും അത് നോക്കി നടത്തുന്നതിനും ഒക്കെ സംവിധാനമുണ്ട്. അവിടെ നഴ്സുമാരുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, ശസ്ത്രക്രിയ കഴിഞ്ഞ് കൊണ്ടുപോയ യുവതിയെ അബോധാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് അവരെ കൊണ്ടുപോയ ഉദ്യോഗസ്ഥൻ അവരെ പീഡിപ്പിച്ചു. ഇത് പിന്നീട് യുവതി പരാതിയായിട്ട് പോലീസിന് എഴുതി കൊടുക്കുകയും അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ പീഡനക്കാരനായിട്ടുള്ള ശശീന്ദ്രന് എതിരെ ശക്തമായിട്ടുള്ള നിലപാട് സമൂഹത്തിൻ്റെയും അതേപോലെ തന്നെ ഗവൺമെൻറ് സംവിധാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ എടുക്കപ്പെട്ടു. പക്ഷേ അയാൾ യൂണിയൻ പ്രതിനിധിയായിരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അയാളുടെ യൂണിയൻ അയാൾക്ക് വേണ്ടിയിട്ട് നിൽക്കാനായിട്ട് ശ്രമം നടത്തിയ ഒരു സംഭവമാണ് ഇതിനെ ഇത്രയും വഷളാക്കി മാറ്റിയത്. യൂണിയനിൽ അംഗമായി കഴിഞ്ഞാൽ എന്ത് വൃത്തികേട് ചെയ്താലും അതിനൊപ്പം നിൽക്കുക എന്നുള്ളത് യൂണിയൻ നേതൃത്വത്തിൻ്റെ ഒരു പതിവായി മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. യൂണിയൻ ഒരുതരം ഗുണ്ടായിസത്തിൻ്റെ മേഖലയിലേക്ക് മാറുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. യൂണിയൻ എന്തിനാണ് തൊഴിലാളി യൂണിയൻ, എന്തിനാണ് സർക്കാർ ജീവനക്കാർ യൂണിയൻ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവുണ്ട്. കൃത്യമായിട്ട് അവരുടെ അവകാശങ്ങൾ പരിപാലിക്കുന്നതിന്, അവരെ സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനം. അത് ശരിയായിട്ടുള്ള രീതിയിൽ അവരുടെ ജീവിതത്തിന് ഉണർവുണ്ടാക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രക്രിയയാണ്. പക്ഷേ ഈ യൂണിയനിൽ അംഗമായിരിക്കുന്ന ഒരുത്തൻ കള്ളനായി കഴിഞ്ഞാൽ, ബലാത്സംഗക്കാരനായി കഴിഞ്ഞാൽ, പോക്രിയായി കഴിഞ്ഞാൽ, കൊലപാതകയായി കഴിഞ്ഞാൽ അവനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം യൂണിയൻ ഏറ്റെടുക്കേണ്ടതുണ്ട്? ഇല്ല, വളരെ വ്യക്തമായിട്ടില്ല എന്നാണ് ഉത്തരം. പക്ഷേ നമ്മുടെ ഇവിടെ ഈ സർക്കാർ സംവിധാനത്തിനകത്ത് നടന്നുകൂടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള യൂണിയൻ സംവിധാനം എന്ന് പറയുന്നത് തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. പണിയെടുക്കാത്തവനെ സംരക്ഷിക്കുക, കൊള്ളക്കാരനെ അഴിമതിക്കാരനെ സംരക്ഷിക്കുക, ഇവിടെ പീഡനക്കാരനെ സംരക്ഷിക്കുക എന്ന് പറയുന്ന സംവിധാനം. ഇതിൻ്റെ പേരിൽ അവരെന്താ ചെയ്ത്, പരാതി കൊടുത്തിരിക്കുന്നതായിട്ടുള്ള യുവതിയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി മറ്റ് 6 ജീവനക്കാരെ പറഞ്ഞയച്ചു. ജീവനക്കാർ ചെന്നു പരാതി പിൻവലിക്കാനായിട്ട് ആ യുവതിയോട് ആവശ്യപ്പെട്ടു. പക്ഷേ പോരാട്ട വീര്യത്തിൽ ഉറച്ചു നിന്ന ആ യുവതി പരാതി പിൻവലിച്ചില്ല. അതുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടിയെടുക്കാനായിട്ടുള്ള ഗവൺമെൻറ് ബാധ്യസ്ഥമായി തീർന്നു. മാത്രമല്ല യുവതി ഈ കാര്യം പുറത്തു പറയുകയും ചെയ്തു. അപ്പോൾ ഭീഷണിപ്പെടുത്താൻ ചെന്ന ജീവനക്കാർക്കെതിരായിട്ടുള്ള നടപടിയെടുക്കേണ്ട സാഹചര്യം വന്നു. അന്വേഷണ സമിതി വന്നു. ആ അന്വേഷണ സമിതി ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചു. പരിശോധിച്ച സമയത്ത് 6 വനിതകളെ നടപടിക്ക് വിധേയമായി 5 പേരെ സസ്പെൻഡ് ചെയ്തു. ഒരാളെ പിരിച്ചുവിട്ട ആൾ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു എന്നതാണ് കാരണം. അതിനുശേഷം പിന്നീട് അന്വേഷണം പോയി കഴിഞ്ഞപ്പോൾ ഈ 6 പേരുടെ പേരെഴുതുകയും അതേപോലെ തന്നെ പീഡനത്തിന് വിധേയമായിരിക്കുന്നതായിട്ടുള്ള ആ യുവതിക്കൊപ്പം നിൽക്കുകയും ചെയ്ത അവിടുത്തെ നഴ്സിംഗ് സൂപ്രണ്ടായിട്ടുള്ള അനിത എന്ന് പറയുന്നതായിട്ടുള്ള നഴ്സിന് എതിരെ നടപടിയെടുക്കാനായിട്ട് സർക്കാർ തയ്യാറായി. അത് സർക്കാർ അങ്ങനെ തയ്യാറാവുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മറ്റേ യൂണിയനെതിരാണ് എന്നുള്ളതാണ്. സർക്കാർ വിരുദ്ധ യൂണിയനിലെ ഒരംഗമാണ് എന്നുള്ളതാണ്. അങ്ങനെ യൂണിയനിൽ അവരെവിടെ നിൽക്കുന്നു എന്ന് നോക്കിയിട്ട് അവരെ ഉപദ്രവിക്കാനായിട്ട് സർക്കാർ തീരുമാനിച്ച വാർത്തയാണ് ഇവരെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയെന്ന് പറയുന്നതായിട്ടുള്ള വാർത്ത. അപ്പോൾ അനിത എന്താ ചെയ്ത്, തനിക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള ഒരു അനീതി ഇവിടെ നടപ്പാക്കപ്പെടുന്നു, അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആരോഗ്യമന്ത്രിയാണ്, സർക്കാരാണ്, അതിനെതിരെ അവർക്ക് ചെല്ലാൻ കഴിഞ്ഞ സ്ഥലം എന്ന് പറയുന്ന കോടതിയാണ്. അതുകൊണ്ട് അവർ ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതി കാര്യങ്ങളെല്ലാം പരിശോധിച്ചു. പിന്നെ പരിശോധിച്ച സമയത്ത് ഹൈക്കോടതി പറഞ്ഞു ഇവരെ തിരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിയമിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ സർക്കാരിന് വേണ്ടിയിട്ട് ഹാജരായ
വക്കീൽ പറഞ്ഞത് ഇപ്പോൾ അവിടെ ഒഴിവില്ല, ഒഴിവ് വരുന്ന മുറക്ക് എന്ന് വെച്ചാൽ മാർച്ച് 31 കഴിഞ്ഞതിന് ശേഷം ഒഴിവ് വരും, അപ്പോൾ നിയമിക്കാം എന്ന് കോടതിയിൽ ഉറപ്പ് നൽകി. സർക്കാരിൻ്റെ ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് കോടതി ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം മാർച്ച് 31 കഴിഞ്ഞു. ഏപ്രിൽ 1-ാം തീയതി മുതൽ അനിത കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെല്ലുകയും തനിക്കവിടെ നിയമനം നൽകണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഒരു നിയമനം നൽകാനായിട്ട് അവിടുത്തെ സംവിധാനം തയ്യാറായില്ല. അപ്പോൾ അവരവിടെ കുത്തിയിരിക്കാനും സമരം ആരംഭിക്കാനും തുടങ്ങി. അത് 3, 4, 5 ദിവസം ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് അവരെ അവിടെ നിന്ന് പിരിച്ചുവിടുന്നതിന് അവരെ നിയമനം കൊടുക്കാതിരിക്കുന്നതിന് അല്ലെങ്കിൽ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയതിനുള്ള കാരണം അവർ പറഞ്ഞത് സൂപ്പർവൈസറി ലാപ്സ് എന്നാണ്. സൂപ്പർവൈസറി ലാപ്സ് എന്ന് പറയാൻ കാരണം ഈ സംഭവം നടക്കുന്ന സമയത്ത് അനിതയും അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നതായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥയാണ്. അതുകൊണ്ട് അവിടെ നടന്ന എല്ലാവിധമായിട്ടുള്ള കുഴപ്പത്തിനും ഇവർ ഉത്തരവാദിയാണ് എന്നതുകൊണ്ടാണ് അവർക്ക് സൂപ്പർവൈസറി ലാപ്സ് ഉണ്ടെന്ന് പറഞ്ഞ് അവർക്കെതിരെ നടപടിയെടുക്കാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആർക്കൊക്കെതിരെ നടപടി എടുക്കേണ്ടി വരും? അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ടിനെതിരായിട്ടുള്ള നടപടി എടുക്കേണ്ടി വരും, ഡയറക്ടർക്കെതിരെ നടപടി എടുക്കേണ്ടി വരും. അവസാനം അത് എത്തിച്ചേരുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രിയിലാണ്. കാരണം താൻ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള മെഡിക്കൽ കോളേജിൽ ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തതായിട്ടുള്ളൊരു കാര്യം സംഭവിച്ചിരിക്കുന്നു. അതായത് അവിടുത്തെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ ഒരു യുവതി പീഡിപ്പിക്കപ്പെട്ടു, ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വേണമെങ്കിൽ മന്ത്രിക്ക് രാജിവെക്കാം. അതിന് പകരമായിട്ട് മന്ത്രി യൂണിയൻ്റെ ചട്ടമ്പികൾ അവർ കൊടുക്കുന്ന ആജ്ഞകൾക്കനുസരിച്ച് പെരുമാറാനും പ്രവർത്തിക്കാനും തയ്യാറായി. ഇത് കേരളത്തിൻ്റെ മനസ്സാക്ഷിക്ക് നേരെ ഉയർന്നു വരുന്ന ഒരു കത്തിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കേരളത്തിലെ ജനത ഒറ്റക്കെട്ട് ആവശ്യപ്പെടുന്നത് എപ്പോഴും നമ്മൾ ആർക്കൊപ്പമാണ് നിൽക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും ഇരകൾക്കൊപ്പമാണ് നിൽക്കേണ്ടത്, പീഡിതർക്കൊപ്പമാണ് നിൽക്കേണ്ടത്. ഒരിക്കൽ വേട്ടക്കാർക്കൊപ്പം നിൽക്കാനായിട്ട് പാടില്ല, അതല്ലെങ്കിൽ പീഡകർക്കൊപ്പം നിൽക്കാനായിട്ട് പാടില്ല എന്ന സന്ദേശമാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സന്ദേശത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നതുകൊണ്ടാണ് കേരളം അതിശക്തമായിട്ട് അതിനെ എതിർക്കുന്നത്. വീണ ജോർജ് എങ്ങനെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയാവുന്നത്? എന്താണ് അതിൻ്റെ ഒരു യോഗ്യത എന്ന ചോദ്യങ്ങളെല്ലാം സമൂഹത്തിൽ ഇപ്പോൾ അതിശക്തമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. കാരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ വളരെ പാരമ്പര്യമുള്ള ഒരു പ്രവർത്തകയാണ് എന്ന അവകാശം എന്തായാലും വീണ ജോർജ് ഉയർത്തിയിട്ട് കാര്യമില്ല. അവർ പെട്ടെന്ന് ആകാശത്ത് നിന്ന് പൊട്ടി വീണ നക്ഷത്രത്തെ പോലെ ഒരു വകുപ്പിൻ്റെ അതിവയായിട്ട് കടന്നു വന്നു. അതിന് പ്രധാനപ്പെട്ട അവരെ സഹായിച്ച കാര്യം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ അടുക്കള സൗഹൃദമാണ് എന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യം. അങ്ങനെയുള്ള ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പലപ്പോഴും കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സത്യസന്ധമായ, ധാർമ്മികമായ, ശരിയായിട്ടുള്ള നിലപാടെടുക്കുന്നതിൽ ഇവിടെ ആരോഗ്യവകുപ്പിന് വീഴ്ച പറ്റിയിരിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ പൊതുസമൂഹത്തിൻ്റെ അതിശക്തമായിട്ടുള്ള സമ്മർദ്ദം ഉയർന്നു വരികയും ഇങ്ങനെ അധാർമികമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി അത്തരത്തിലുള്ള പ്രവർത്തനം തുടരാതിരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ എടുക്കേണ്ടതുമാണ്. അപ്പോൾ ആരോഗ്യവകുപ്പ് എന്ന് പറയുന്നത് വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ ആ ആരോഗ്യവകുപ്പിനെ ശരിപ്പെടുത്തുക എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു ആവശ്യമായി തീരുകയാണ്. കാരണം ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രിയും നമ്മുടെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ സത്യം തുറന്നു പറയുന്ന, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ തൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ചിട്ട് സാക്ഷ്യങ്ങൾ നൽകുന്ന വ്യക്തികളെ അവർ പീഡിപ്പിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സന്ദേശമുണ്ട്, വളരെ ഇൻസ്ട്രക്റ്റീവായിട്ടുള്ളൊരു മെസ്സേജാണ്. ആ സന്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ മിണ്ടരുത് എന്നുള്ളതാണ്. മെഡിക്കൽ കോളേജിലും അതേപോലെ തന്നെ സർക്കാരിൻ്റെ സംവിധാനങ്ങളിലുമെല്ലാം ഇതേപോലെ പീഡനങ്ങളുണ്ടാകും, ബലാത്സംഗങ്ങളുണ്ടാകും. അത് നിങ്ങൾ കാണും. പക്ഷേ നിങ്ങൾ കണ്ടാൽ പുറത്തു പറയാൻ പാടില്ല. നിങ്ങൾ കണ്ടത് കണ്ണടച്ച് മറന്നാൽ നിങ്ങൾക്ക് സമ്മാനങ്ങൾ കിട്ടും, നിങ്ങൾക്ക് പ്രൊമോഷൻസ് ഉണ്ടാകും. പകരം നിങ്ങൾ കണ്ട കാര്യങ്ങൾ തുറന്നു പറയുകയും അതിൽ കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിന് നിലപാടെടുക്കുകയും ചെയ്താൽ നിങ്ങളെ ശിക്ഷിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. മേലാൽ നിങ്ങൾ സത്യസന്ധമായി പ്രവർത്തിക്കാൻ പാടില്ല. ഒരു ഉത്തരവാദിത്വമുള്ള നഴ്സ് ആ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി നിൽക്കാൻ പാടില്ല എന്ന സന്ദേശമാണ് സർക്കാർ കൊടുക്കുന്നത്, ആരോഗ്യവകുപ്പ് കൊടുക്കുന്നത്, ആരോഗ്യമന്ത്രി കൊടുക്കുന്നത്. ഇത് എന്ത് രാഷ്ട്രീയമാണ്? ഇതിനാണ് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത്? ഇടതുപക്ഷ രാഷ്ട്രീയമല്ല വലതുപക്ഷ രാഷ്ട്രീയമായി കഴിഞ്ഞാൽ പോലും ഇതെല്ലാം അധാർമികവും സാമൂഹ്യവിരുദ്ധവും മനുഷ്യത്വവിരുദ്ധവുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അങ്ങനെ മനുഷ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് പിന്നീട് പിറ്റേ ദിവസം വന്നിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി നമ്മൾ പറയുന്നത് ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പം എന്ന് പറയും, ഞങ്ങൾ സ്ത്രീപക്ഷപാതികൾ എന്ന് പറയും. നാണാവില്ല ഇവർക്ക് പറയാനായിട്ട്? അപ്പോൾ സ്ത്രീകൾക്ക് പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത്, അവർ പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് അവർക്കൊപ്പം നിൽക്കുകയും പോരാടുകയും പീഡകരായി വരുന്നതായിട്ടുള്ള ആൺകോയ്മകൾക്ക് എതിരെ ശക്തമായിട്ടുള്ള നിലപാട് എടുക്കുകയും ചെയ്യുന്ന
വ്യക്തികളെ മാത്രമേ നമുക്ക് സ്ത്രീപക്ഷപാതികളെന്ന് പറയാൻ പറ്റൂ. ഇവരെന്ത് സ്ത്രീപക്ഷപാതിയാണ്? ഒരു കാരണവശാലും സ്ത്രീപക്ഷത്ത് നിന്ന് ഒരു കാര്യവും കാണാതിരിക്കുകയും ഇത്തരത്തിലുള്ള അധാർമികമായിട്ടുള്ള വിഷയത്തിൽ അധാർമികതയ്ക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയെ യഥാർത്ഥത്തിൽ വേട്ടക്കാരൻ്റെ വേലക്കാരിയായി മാറ്റുന്നത്. അവരെ തിരുത്തുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.